വിമർശകരുടെ വായടപ്പിച്ചുകൊണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ മത്സരത്തിലേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ്. തന്റെ രക്തം കുടിക്കുവാൻ ദാഹത്തോടെ കാത്തിരുന്ന സകല മനുഷ്യരുടെയും അണ്ണാക്കിലടിക്കുന്ന മറുപടിയുമായിട്ടാണ് ഇന്ന് CR7 കളം നിറഞ്ഞു കളിച്ചത്. റൊണാൾഡോ തുടങ്ങിവെച്ച ഗോൾ വേട്ട മറ്റുള്ളവർ കൂടി ഏറ്റെടുത്തപ്പോൾ മത്സരഫലം 5-0 എന്ന വലിയ മാർജിനിൽ അവസാനിപ്പിക്കപ്പെട്ടു. ഫിഫ വേൾഡ് കപ്പിലെ ഇന്നത്തെ ഏറ്റവും ശ്രദ്ധേയമായ മത്സരങ്ങളിലൊന്നായിരുന്നു പോർച്ചുഗലും ഉസ്ബെക്കിസ്ഥാനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ. മത്സരഫലം 5-0. എന്നാൽ ഈ സ്കോർ ലൈൻ മാത്രം നോക്കിയാൽ മത്സരത്തിന്റെ യഥാർത്ഥ കഥ മനസ്സിലാവില്ല. കാരണം ചില സമയങ്ങളിൽ ഉസ്ബെക്കിസ്ഥാനും മികച്ച അവസരങ്ങൾ സൃഷ്ടിച്ചു. പക്ഷെ പോർച്ചുഗൽ പുറത്തെടുത്ത ക്ലിനിക്കൽ ഫിനിഷിങ്ങും അനുഭവ സമ്പത്തും തന്നെയായിരുന്നു മത്സരത്തിന്റെ ഗതി നിർണയിച്ചത്. കഴിഞ്ഞ മത്സരത്തിൽ കോങ്കോ DR-നെതിരെ 1-1 സമനില വഴങ്ങിയതോടെ പോർച്ചുഗലിനും പ്രത്യേകിച്ച് ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കും വലിയ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു. എന്നാൽ ഇന്ന് അദ്ദേഹം വിമർശകർക്കുള്ള മറുപടി കളിക്കളത്തിൽ വെച്ച് തന്നെ നൽകി. കളി ആരംഭിച്ച 6-ാം മിനിറ്റിൽ തന്നെ ജാവോ കാൻസാലോയുടെ കൃത്യമായ ക്രോസിൽ നിന്നും റൊണാൾഡോ ഒരു മിന്നും ഗോൾ നേടിക്കൊണ്ട് തന്റെ വരവറിയിച്ചു. ആ ഗോൾ വെറുമൊരു ലീഡ് മാത്രമായിരുന്നില്ല, ലോകകപ്പിന്റെ 6 വ്യത്യസ്ത പതിപ്പുകളിൽ ഗോൾ നേടുന്ന ആദ്യ താരമെന്ന ചരിത്ര നേട്ടം കൂടി റൊണാൾഡോ സ്വന്തമാക്കുകയായിരുന്നു അവിടെ. ആ ഗോളോടുകൂടി പോർച്ചുഗലും റൊണാൾഡോയും പൂർണ്ണമായും ആത്മവിശ്വാസത്തിലേക്ക് മടങ്ങിയെത്തി. പിന്നെയാണ് പോർച്ചുഗലിന്റെ അഴിഞ്ഞാട്ടം ആ മൈതാനത്ത് കാണുവാൻ കഴിഞ്ഞത്. റോബർട്ടോ മാർട്ടിനസ് തന്റെ ടീമിനെ 4-2-3-1 ഫോർമേഷനിൽ കളിക്കുവാൻ വേണ്ടിയാണ് ഇറക്കിയത്. ഗോൾ കീപ്പർ ഡിയാഗോ കോസ്റ്റ, പ്രതിരോധ നിരയിൽ കാൻസാലോ, റൂബൻ ഡയസ്, റെനാറ്റോ വെയ്ഗ, ന്യൂനോ മെൻഡസ്, മധ്യനിരയിൽ വിറ്റിന്യ, ജാവോ നെവസ്, ആക്രമണത്തിന്റെ സപ്പോർട്ട് ബ്രൂണോ ഫെർണാണ്ടസ്, ജാവോ ഫെലിക്സ്, പെട്രോ നെറ്റോ, സ്ട്രൈക്കർ ക്രിസ്ത്യാനോ റൊണാൾഡോ. ഈ ഫോർമേഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഫുൾ ബാക്കുകളുടെ മുന്നേറ്റമായിരുന്നു. പ്രത്യേകിച്ച് കാൻസലോയും ന്യൂനോ മെൻഡസും നിരന്തരം ആക്രമണത്തിൽ പങ്കെടുത്തുകൊണ്ടേയിരുന്നു. ഇന്നത്തെ കളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത റൊണാൾഡോ തന്നെയായിരുന്നു. ആദ്യ ഗോൾ നേടുമ്പോൾ നടത്തിയ മുന്നേറ്റം, ഡിഫൻഡറെ മറികടക്കുന്ന ടൈമിംഗ്, ഫിനിഷിംഗ് എല്ലാം ക്ലാസ് തന്നെ എന്ന് പറഞ്ഞേ മതിയാവുകയുള്ളൂ. 39-ാം മിനിറ്റിൽ ബ്രൂണോ ഫെർണാണ്ടസിന്റെ പാസിൽ നിന്നുള്ള രണ്ടാമത്തെ ഗോൾ അതിലും മനോഹരമായിരുന്നു. ഗോൾ കീപ്പറെ കൃത്യമായി ചാലഞ്ച് ചെയ്തുകൊണ്ട് ഒരു നിമിഷം പോലും പാഴാക്കാതെ താൻ പന്ത് വലയിലെത്തിച്ചു. ഇതോടെ കഴിഞ്ഞ മത്സരത്തിലെ നിരാശയും വിമർശനങ്ങളും എല്ലാം ഇന്നത്തെ ഈ ഡബിൾ ഗോളിലൂടെ അദ്ദേഹം അവസാനിപ്പിച്ചു. 41-ാം വയസ്സിലും വലിയ മത്സരങ്ങളിൽ നിർണായക താരമായി മാറുവാൻ കഴിയുമെന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ വീണ്ടും തെളിയിച്ചു. ലോകവ്യാപകമായിട്ടുള്ള റൊണാൾഡോ ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ഇത് അഭിമാന നിമിഷമാണ്, സന്തോഷത്തിന്റെയും മടങ്ങിവരവിന്റെയും നിമിഷമാണ്. സ്കോർ ബോർഡിൽ പേര് കാണാനില്ലായിരുന്നുവെങ്കിലും പോർച്ചുഗലിന്റെ യഥാർത്ഥ എൻജിൻ ബ്രൂണോ ഫെർണാണ്ടസ് ആയിരുന്നു. മുന്നേറ്റങ്ങൾക്ക് അസാധാരണമായ വേഗതയായിരുന്നു അദ്ദേഹം നൽകിയത്. ലൈൻ ബ്രേക്കിംഗ് പാസുകൾ ധാരാളം അയാളുടെ കാലുകളിൽ നിന്ന് വന്നു. റൊണാൾഡോയുടെ രണ്ടാമത്തെ ഗോളിന് അസിസ്റ്റ് നൽകിയതും ബ്രൂണോ ഫെർണാണ്ടസ് ആയിരുന്നു. മിഡ്ഫീൽഡിൽ നിറഞ്ഞു നിന്നുകൊണ്ട് കളിയുടെ റിതം അയാൾ നിയന്ത്രിച്ചു. ഉസ്ബെക്കിസ്ഥാൻ മിഡ്ഫീൽഡിന് ബ്രൂണോയെ നിയന്ത്രിക്കുവാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു പരമമായ സത്യമായിരുന്നു. കളിയുടെ 17-ാം മിനിറ്റിൽ ഫ്രീ കിക്കിൽ നിന്നുള്ള അതിമനോഹരമായൊരു ഗോൾ പിറക്കുന്നുണ്ട്. ന്യൂനോ മെൻഡസിന്റെ ആ ഗോൾ ഉസ്ബെക്കിസ്ഥാൻ താരങ്ങളെ അക്ഷരാർത്ഥത്തിൽ നടുക്കിക്കളഞ്ഞു എന്ന് വേണം പറയാൻ. വാസ്തവത്തിൽ ആ ഗോൾ പോർച്ചുഗൽ ടീമിന്റെ തന്ത്രപരമായ നീക്കത്തിൽ കൂടിയായിരുന്നു പിറന്നത്. ഫ്രീ കിക്ക് എടുക്കുവാൻ തയ്യാറായി നിൽക്കുന്നത് റൊണാൾഡോ ആണ്. റൊണാൾഡോയുടെ ശരീരഭാഷയും മറ്റ് താരങ്ങളുടെ ഭാവപ്രകടനങ്ങളും എല്ലാം അത് തന്നെയാണ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത്. ഉസ്ബെക്കിസ്ഥാൻ താരങ്ങൾ ഗോൾ പോസ്റ്റിന് മുൻപിൽ ഒരു വലിയ മതിൽ കെട്ടി റൊണാൾഡോയെ പ്രതിരോധിക്കുവാൻ കാത്തു നിൽക്കുകയാണ്. പോർച്ചുഗൽ ആരാധകർ മുഴുവനും ഫ്രീ കിക്കിലൂടെയുള്ള റൊണാൾഡോയുടെ ആ ഗോൾ ഒപ്പിയെടുക്കുവാൻ 10,000-കണക്കിന് മൊബൈൽ ഫോൺ ക്യാമറകളുമായി ഇരിപ്പിടം വിട്ട് എഴുന്നേറ്റ് ആകാംക്ഷയോടെ കാത്തു നിൽക്കുകയാണ്. എല്ലാ കണ്ണുകളും റൊണാൾഡോയിൽ മാത്രം. ഉസ്ബെക്കിസ്ഥാൻ ഗോളിയും താരങ്ങളും റൊണാൾഡോയെ മാത്രം ഉറ്റുനോക്കി നിൽക്കുമ്പോൾ ആ തന്ത്രം ടീം പോർച്ചുഗൽ നടപ്പിലാക്കി. അതെ, ആർക്കും ചിന്തിക്കുവാൻ കഴിയാതെ വണ്ണം ന്യൂനോ മെൻഡസിന്റെ കാലിൽ നിന്നും ഒരു ബുള്ളറ്റ് ഷോട്ട്, അടുത്ത ഗോൾ. ഇന്ന് പ്രതിരോധത്തിലും ആക്രമണത്തിലും ഒരുപോലെ പോർച്ചുഗൽ സ്വാധീനം നിഴലിച്ചു നിൽക്കുന്നത് കാണുവാൻ കഴിഞ്ഞു. ന്യൂനോ മെൻഡസ് എന്ന മനുഷ്യൻ ഇടതുവിങ്ങിലൂടെ നടത്തിയ ഓവർലാപ്പിംഗ് റൺസുകൾ ഉസ്ബെക്കിസ്ഥാൻ പ്രതിരോധത്തെ പലവട്ടം തകർത്ത് കളഞ്ഞു. ഇന്ന് കളിക്കളത്തിൽ കാണുവാൻ കഴിഞ്ഞ പോർച്ചുഗലിന്റെ പ്രധാനപ്പെട്ട കരുത്തുകൾ, ഒന്നാമത്തേത് ക്ലിനിക്കൽ ഫിനിഷിംഗ് ആയിരുന്നു. ലഭിച്ച പ്രധാനപ്പെട്ട അവസരങ്ങളിൽ ഭൂരിഭാഗവും അവർ ഗോളാക്കി മാറ്റി. 2, മിഡ്ഫീൽഡ് നിയന്ത്രണം. വിറ്റിന്യയും ജാവോ നെവസും ചേർന്ന് പന്തിന്റെ നിയന്ത്രണം നിലനിർത്തിക്കൊണ്ടായിരുന്നു. മൂന്നാമത്തേത് വേഗമേറിയ ട്രാൻസിഷൻ, പ്രതിരോധത്തിൽ നിന്നും ആക്രമണത്തിലേക്കുള്ള അതിവേഗ മാറ്റം. നാലാമത്തേത് പരിചയസമ്പന്നരായ താരങ്ങളുടെ അസാധാരണമായ പ്രകടനങ്ങൾ. റൊണാൾഡോ, ബ്രൂണോ, റൂബൻ ഡയസ് എന്നിവർ കളിയെ പൂർണ്ണമായും നിയന്ത്രിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ തന്നെ 5-0 വിജയം നേടിയിട്ടും ചില പോരായ്മകൾ പോർച്ചുഗൽ ഭാഗത്ത് കാണുവാൻ കഴിയുന്നുണ്ടായിരുന്നു. ചില സമയങ്ങളിൽ പ്രതിരോധ നിരയ്ക്ക് പിന്നിൽ സ്പേസ് ലഭിച്ചു.
ഉസ്ബെക്കിസ്ഥാൻ പല കൗണ്ടർ അറ്റാക്കുകളും സൃഷ്ടിച്ചു. പക്ഷെ നിർഭാഗ്യവശാൽ അവസരങ്ങൾ മുതലാക്കുവാൻ ഉസ്ബെക് താരങ്ങൾക്ക് കഴിയാതെ പോയി. പക്ഷെ കൂടുതൽ ശക്തരായ ടീമുകൾക്കെതിരെ ഇതേ രീതിയിലുള്ള പിഴവുകൾ ആവർത്തിച്ചാൽ അത് പോർച്ചുഗലിന് വലിയ വിനയായി മാറുവാൻ സാധ്യതയുണ്ട്. ഉസ്ബെക്കിസ്ഥാൻ കൂടുതൽ പ്രതിരോധാത്മക സമീപനമാണ് ഈ മത്സരത്തിൽ പുറത്തെടുത്തത്. പ്രധാനപ്പെട്ട ലക്ഷ്യം പ്രതിരോധം ഉറപ്പാക്കുക, അപ്പോൾ തന്നെ കൗണ്ടർ അറ്റാക്കിലൂടെ അവസരങ്ങൾ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു. എന്നാൽ തുടക്കത്തിലെ റൊണാൾഡോയുടെ ഗോള് അവരുടെ സകല പദ്ധതികളെയും തകർത്ത് കളഞ്ഞു. എന്നിട്ടും മനോഹരമായ ഒരു ഗോൾ ഉസ്ബെക്കിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് കാണുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. പക്ഷേ അതിൻ്റെ ആഘോഷം പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ വാർ ചെക്കിങ്ങിലൂടെ അത് ഗോളല്ല എന്ന് നിർണ്ണയിക്കപ്പെട്ടു. ആ ഗോളിലേക്ക് വഴി തുറക്കപ്പെടുമ്പോൾ വളരെ കൃത്യമായൊരു ഫൗൾ ഗോൾ പോസ്റ്റിന്റെ തൊട്ടു മുൻപിൽ സംഭവിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും ഇന്ന് ഉസ്ബെക്കിസ്ഥാന് എന്താണ് സംഭവിച്ചത്? ഇത് പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. കാരണം സ്കോർ 5-0 ആയെങ്കിലും അവർ പൂർണ്ണമായും മോശമായിട്ടല്ല കളിച്ചത്. അവസരങ്ങൾ പലതും അവർ സൃഷ്ടിച്ചെടുത്തു. കൗണ്ടർ അറ്റാക്കുകളിൽ അവർ മുന്നേറി. ചില സമയങ്ങളിൽ പോർച്ചുഗൽ പ്രതിരോധത്തെ അവർ കാര്യമായി സമ്മർദ്ദത്തിലാക്കി. പക്ഷേ ഒരേ ഒരു കാര്യമാണ് അവരെ തകർത്തത്: ഫിനിഷിങ്ങിൽ ഗോളെന്നുറപ്പിച്ച പല അവസരങ്ങളും പാഴായിപ്പോയി. ഫൈനൽ പാസ് കൃത്യമായില്ല. തീരുമാനങ്ങൾ പലതും തെറ്റി. അനുഭവ സമ്പത്തിന്റെ അഭാവം വളരെ വ്യക്തമായി പ്രകടിപ്പിക്കപ്പെട്ടു. ഉസ്ബെക്കിസ്ഥാന്റെ പ്രധാനപ്പെട്ട പിഴവുകൾ തുടക്കത്തിലെ പ്രതിരോധത്തിലെ പിഴവ് സംഭവിച്ചു. റൊണാൾഡോയെ മാർക്ക് ചെയ്യുന്നതിൽ വൻ വീഴ്ച പറ്റി. രണ്ടാമത് പോർച്ചുഗലിന്റെ സെറ്റ് പീസുകളെ പ്രതിരോധിക്കുന്നതിൽ സമ്പൂർണ്ണമായും അവർ പരാജയപ്പെട്ടു. അടുത്തത് ഫിനിഷിങ്ങിൽ സൃഷ്ടിച്ച അവസരങ്ങൾ അത് ഗോളാക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. ഒന്നിനു പിറകെ ഒന്നായി ഗോൾ വല പല ആവർത്തി ചലിക്കപ്പെട്ടപ്പോൾ മാനസികമായി പലരും തളർന്നു. 3-0 ആത്മവിശ്വാസം സമ്പൂർണ്ണമായും നഷ്ടപ്പെട്ടു. എങ്കിലും ടീം നെഗറ്റീവായിട്ടുള്ളൊരു ഗെയിം ആയിരുന്നില്ല ഇന്ന് കളിച്ചത്. നല്ല പോരാട്ട വീര്യം അവർ പുറത്തെടുത്തു. മധ്യനിരയിൽ ചില സമയങ്ങളിൽ മികച്ച പന്ത് കൈമാറ്റങ്ങളൊക്കെ നടക്കുന്നത് ആസ്വദിക്കുവാൻ കഴിയുന്ന കാഴ്ചയായിരുന്നു. യുവതാരങ്ങൾ ഭയമില്ലാതെ കളിച്ചു. മത്സരം തോറ്റെങ്കിലും ഒരു കാര്യം വ്യക്തമാണ്: ലോകകപ്പ് പരിചയം കുറവുള്ളൊരു ടീം എന്ന നിലയിൽ ഭാവിയിലേക്കുള്ള പ്രതീക്ഷ അവർ നൽകുന്നുണ്ടായിരുന്നു. അത്തരത്തിലുള്ള പ്രകടനങ്ങളായിരുന്നു ഇന്നവരിൽ നിന്ന് കാണുവാൻ കഴിഞ്ഞത്. മത്സരത്തിന്റെ നിർണായക നിമിഷങ്ങൾ: 6-ാമത്തെ മിനിറ്റിൽ റൊണാൾഡോയുടെ ആദ്യ ഗോൾ വരുന്നു. 17-ാമത്തെ മിനിറ്റിൽ ന്യൂനോ മെൻഡസിന്റെ ഗോൾ വരുന്നു. 39-ാമത്തെ മിനിറ്റിൽ റൊണാൾഡോയുടെ 2ാമത്തെ ഗോൾ വീണ്ടും എത്തുന്നു. 60-ാമത്തെ മിനിറ്റിൽ ഉസ്ബെക് ഗോൾ കീപ്പറുടെ ഓൺ ഗോൾ വരുന്നു. 87-ാമത്തെ മിനിറ്റിൽ റാഫേൽ ലിയാവോയുടെ അവസാന പ്രഹരവും സംഭവിക്കുന്നു. ശരിക്കും പോർച്ചുഗൽ ആരാധകർ ഇന്ന് എന്താണ് പ്രതീക്ഷിച്ചത്? അവർ ആക്രമണ ഫുട്ബോൾ കാണുവാൻ വേണ്ടിയാണ് കാത്തിരുന്നത്. റൊണാൾഡോയുടെ ഗോളുകൾക്ക് വേണ്ടിയായിരുന്നു അവർ വെയിറ്റ് ചെയ്തത്. മിഡ്ഫീൽഡിന്റെ ആധിപത്യം അവർ പ്രതീക്ഷിച്ചു. ഉന്നതമായൊരു വിജയം അവർ ആഗ്രഹിച്ചു. എന്തൊക്കെ അവർ ആഗ്രഹിച്ചോ അതെല്ലാം ഇന്ന് അവർക്ക് പോർച്ചുഗൽ ടീം നൽകി. ഇതേ സമയം ഉസ്ബെക്കിസ്ഥാൻ ലഭിച്ച പാഠം അത് വളരെ വ്യക്തമാണ്: വലിയ ടീമുകൾക്കെതിരെ അവസരങ്ങൾ സൃഷ്ടിക്കുന്നത് മാത്രം പോരാ, അവ ഗോളാക്കി മാറ്റുകയും കൂടി ചെയ്യണം. പ്രതിരോധത്തിൽ ഒരു നിമിഷം പോലും അശ്രദ്ധ കാണിക്കുവാൻ പാടില്ല. അങ്ങനെ സംഭവിച്ചാൽ പോർച്ചുഗൽ പോലെയുള്ള ടീമുകൾ അതിന് കനത്ത വില ഈടാക്കും. ഇന്നത്തെ മത്സരത്തിലെ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയായിരുന്നു. 2 ഗോളുകൾ, ചരിത്ര നേട്ടം, വിമർശകർക്കുള്ള മറുപടി, ടീമിന്റെ ആത്മവിശ്വാസം വീണ്ടെടുത്ത പ്രകടനം, ഇതെല്ലാം ഒരുമിച്ച് കണ്ടൊരു ദിവസമായിരുന്നു ഇന്നത്തെ ദിവസം. ഈ വേൾഡ് കപ്പിൽ പോർച്ചുഗൽ ടീം യഥാർത്ഥ വെല്ലുവിളിക്കാർ തന്നെയാണ് എന്ന് തെളിയിച്ചൊരു രാത്രി കൂടിയായിരുന്നു ഇത്. ഈ മത്സരത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും ഹൈപ്പ് ചെയ്യുവാനും, അപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർപ്പിക്കുന്നു. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം. അതുവരേക്കും ബൈ ബൈ.